ആയിരിക്കുകയാണ്. ആർജയിലുള്ള സിറ്റി സെറ്ററിലുള്ള വോക്ക് സിനിമാസിലാണുള്ളത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താകുമെന്ന് അറിയാനായിട്ട്. അയ്യോ, ഇന്ന് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റിയോണ്ട് ഭാഗ്യം. ടിക്കറ്റ് കിട്ടി. നല്ല തിരക്കുണ്ട്, നല്ല തിരക്ക്. ആളുകൾ ക്യൂ നിൽക്കുകയാണ്, ക്യൂ. തിയേറ്റർ ഫുള്ളാണെന്ന് തോന്നണം. സോ ഗൈസ്, നമ്മൾ സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. അടിപൊളി മൂവിയായിരുന്നു കേട്ടോ. അപ്പം സൂപ്പർ മൂവിയായിരുന്നു. എന്തെങ്കിലും ഉണ്ടായിരുന്നോ? I like the dragon. സ്പോയിലറൊന്നും ചെയ്യരുത് പറഞ്ഞു. സിനിമ എന്ന് പറഞ്ഞാൽ കണ്ടോണ്ടിരിക്കാം, കൊള്ളാം, അടിപൊളിയാ. ഓരോ ഷോട്ട് സൂപ്പറായിട്ട് അവർ എടുത്തിട്ടുണ്ട്. വൈഡ് ആംഗിളും ഒക്കെ സൂപ്പറായിട്ട് മിക്സ് ചെയ്തൊക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ലാലേഖൻ്റെ എന്തുവാടാ സ്റ്റൈലും അടിയും സ്റ്റൈലും. എനിക്ക് അതിനകത്ത് മഞ്ജു വാര്യരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഫസ്റ്റിൽ അത്ര ക്യാരക്ടർ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. സെക്കൻഡിൽ അവർ സൂപ്പറായിട്ട് അത് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കാം. ഇത് മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം സിനിമ. ഫുള്ള് ഹോളിവുഡ് ലെവലിലാണ് എടുത്തിരിക്കുന്നത്. ഹോളിവുഡ് ലെവൽ കാണുമ്പോൾ തന്നെ അറിയാം അത്രയും പെർഫെക്ഷൻ ഉണ്ട് സിനിമയ്ക്ക്. എനിക്ക് കുറച്ചെങ്കിലും ഒരിത് തോന്നിയത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്ര ചില സ്ഥലത്ത് എല്ലായിടത്തും ഇല്ല. എനിക്കത്ര എനിക്കത് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു രോമാഞ്ചം വന്നില്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടിട്ട്. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുമ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു ഫീൽ വരത്തില്ല. ആ ഫീൽ എനിക്ക് വന്നില്ല. ഇൻട്രോ ഒക്കെ സൂപ്പറായിരുന്നു, പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് നോട്ടീസ് ചെയ്തെന്ന് വെച്ചാൽ ചില സീൻസിൽ ബാക്ക്ഗ്രൗണ്ടിൽ BGM കുറച്ച് ഡിലേ ഉണ്ട്. സംഭവിക്കുന്ന സമയത്തല്ല സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ മോഹൻലാലിന് വരുമ്പോൾ ആ BGM കറക്റ്റായിട്ട് 2 seconds ഡിലേ കഴിഞ്ഞിട്ടേ വരും ഫീലിംഗ്. പിന്നെ അതിന് BGM എനിക്ക് അത്ര പക്ഷെ അവസാനത്തെ BGM ഒക്കെ അടിപൊളി. ചില സ്ഥലത്തുള്ള BGM മാത്രമേ ഉള്ളൂ. പിന്നെ പൃഥ്വിരാജും സൂപ്പറായിരുന്നു. ലാസ്റ്റൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും ക്ലൈമാക്സ് സിനിമ തീരുമ്പോൾ എണീറ്റ് പൊക്കമായിരുന്നു. അവസാനം അതൊന്ന് വായിച്ചു നോക്കണം, എഴുതി കാണിക്കുന്നതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. പിന്നെ ക്ലൈമാക്സും അടിപൊളിയായിരുന്നു. സെക്കൻഡ് L3 ഒരു ത്രെഡ് ഈ സിനിമയിൽ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് L3 കാണണം, ഫസ്റ്റ് ഡേ തന്നെ കാണണം. ഇത് നമ്മൾ ഫസ്റ്റ് ഡേ ഉണ്ട്. ലൂസിഫർ ഇറങ്ങിയ സമയത്ത് തന്നെ ലൂസിഫർ കണ്ട സമയത്ത് തന്നെ എനിക്ക് ഈ സിനിമ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അടുത്ത സിനിമയും ഞാൻ കാണും ഫസ്റ്റ് ഡേ. ഇത് എല്ലാ പ്രാവശ്യവും നടക്കുവാണെങ്കിൽ നമ്മുടെ പൈസ ഒത്തും സാരമില്ല. മോഹൻലാലിൻ്റെ പടത്തിൽ നമ്മൾ എന്താ അപ്പം എന്തായാലും സൂപ്പറായിരുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീന് ഹോളിവുഡ് ടൈപ്പ് എടുത്ത, അതായത് ആ ഒരു ലെവലിൽ എടുത്ത ഒരു സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് സ്പോയിലർ ആവില്ല. അത് ഹോളിവുഡ് ലെവലിൽ എടുത്ത ഒരു ആ സീനൊക്കെ ഒരു സൂപ്പറായിട്ട് അത് എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ചില സ്ഥലങ്ങളിൽ റൊമാൻറ്റിഫിക്കേഷനൊക്കെ വന്നു, ഇല്ലാന്നൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ ഫുള്ളായിട്ടൊന്നും എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. ഇടയ്ക്കൊക്കെ സീനിലൊക്കെ സൂപ്പർ, അത് ഗൂഡ്സ് ബംബായിരുന്നു. എന്തായാലും എല്ലാവരും പോയി കാണണം. തിയേറ്ററിൽ തന്നെ കാണണം. തിയേറ്ററിൽ കാണാതിരുന്നത് വളരെ നഷ്ടമായിരിക്കുകയാണ് അല്ലേ? അതായത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. 3 മണിക്കൂർ എങ്ങനെ പോയെന്നറിഞ്ഞില്ല. ഇൻ്റർവെല്ലൊക്കെ കിടുക്കി പൊളിച്ച് തകർത്ത്. പക്ഷേ പറയാനുള്ള കാര്യം നീ പറയണ്ട, കുറെ പേര് പറയുന്നതെന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ലെസ് സ്ക്രീൻ ടൈമാണ് പറഞ്ഞത്. അത് സത്യമല്ല. കാരണം ഞാൻ നോക്കിയപ്പോ ഈ സയ്യിദ് മസൂദിന് വളരെ കുറച്ച് അത് പറയണം. മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസ് കുറച്ചേ ഉള്ളൂ. എനിക്കങ്ങനൊന്നും തോന്നിയില്ല കുറച്ചേ ഉള്ളൂ എന്ന്. ആ ഏറ്റവും കൂടുതൽ പൃഥ്വിരാജിനെക്കാട്ടും കുറച്ച് കൂടുതൽ മോഹൻലാലിനാണ് സ്ക്രീൻ പ്രസൻസ് ഉള്ളത്. എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. മോഹൻലാലിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് സിനിമയിലുള്ളത്. അപ്പോൾ ഗൈസ്, എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. എൻ്റെ ഫുഡ് വന്നു, ഞാൻ അതൊന്ന് കഴിച്ചോട്ടെ. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ പോയി വല്ലതും കഴിച്ചോട്ടെ.
പുണ്യം തോന്നും. ആൾക്കാർ ഈ സിനിമ ലൂസിഫർ കാണാൻ പോണ പോലെ ലൂസിഫർ കാണാൻ പോണ പോലെ ഈ സിനിമ കാണാൻ പോവരുത്. ഇത് ലൂസിഫർ വേറെ ടൈപ്പ് സിനിമയാണ്. അതുമായിട്ട് യാതൊരു സിമിലാരിറ്റി. ഇന്നത്തെ വേറെ വ്യത്യസ്ത രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. അപ്പം ലൂസിഫർ നമ്മൾ തനി നാടൻ സിനിമയായിരുന്നു. ഇത് വേറെ ഇന്റർനാഷണൽ ഡോൺ ലെവൽ. അത് ഈ നാടൻ സിനിമയെ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. അതാ നാടൻ സിനിമയായിട്ട് എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ഫുള്ള് ഹൈ ലെവലാണ്. ഇടയ്ക്ക് കുറച്ച് മാത്രം നാടനുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഞാൻ പോയി കഴിക്കട്ടെ. ബൈ.